ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉപ്മാവിൻ്റെ റെസിപ്പിയുമായാണ്. പലർക്കും ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അളവുകളുടെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. നമുക്കിവിടെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ വെള്ളത്തിൻ്റെയും റവയുടെയും അളവെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിനി ഉപ്മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്തായാലും നമുക്കിനി ഉപ്മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയായാലും ഉപയോഗിക്കാം. നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കശുവണ്ടി, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇവിടെ ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ എല്ലാം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പൊട്ടുകടലയും കൂടി ചേർക്കാം. ഇതെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായി മുരിഞ്ഞു വന്നിട്ട് നമുക്കിത് കോരി മാറ്റാം. കശുവണ്ടി എല്ലാം കോരി മാറ്റി കഴിയുമ്പോൾ ബാക്കി വരുന്ന നെയ്യിൽ നമുക്ക് 1.5 കപ്പ് റവ, 1.5 കപ്പ് റവയും കൂടി ചേർത്ത് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. റവയുടെ കളറ് ചേഞ്ച് ആവുന്നത് വരെ നമുക്കിത് വറുത്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം കളറെല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിതിനി കോരി മാറ്റാം. റവ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി മീഡിയം ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ വെക്കണം. റവ കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കണം. കടുകെല്ലാം നന്നായി പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായി കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയും ക്യാരറ്റും എല്ലാം അത്യാവശ്യം വഴന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 2.25 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്മാവിന് എപ്പോഴും ഉപ്പ് സ്വല്പം മുന്നിട്ട് നിൽക്കണം, വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ. അതാണ് അതിൻ്റെ കണക്ക്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളമെല്ലാം നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് അതും കൂടി ഇടാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഈ സമയമെല്ലാം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടി ചേർത്ത് കൊടുക്കാം. റവ കുറേശ്ശെയായിട്ട് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റവ മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഇട്ടാൽ ചിലപ്പോൾ കട്ട പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചായിട്ട് ഇടാൻ പറയുന്നത്. ഈ സമയമെല്ലാം സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിർത്താതെ സ്പൂണും കൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം മതിയാവും, കൂടുതൽ സമയം വേണ്ട. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. മാവെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉപ്മാവാണിത്. വളരെ ടേസ്റ്റിയാണ് ഈ ഉപ്മാവ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ചിലർക്ക് ഡ്രൈ ആയിട്ടുള്ള ഉപ്മാവാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് 2.25 കപ്പ് വെള്ളം എന്നുള്ളതിന് പകരം 2 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. നമ്മുടെ ആവി വറക്കുന്ന ടേസ്റ്റി ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഉപ്മാവ് കറിയില്ലെങ്കിലും നമുക്കിത് കഴിക്കാം, അത്രയും ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.